ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഹിന്ദി ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പേട് എന്ന് പറയുന്ന കവിത അല്ലേ. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് നിങ്ങൾ ഹിന്ദി തുടങ്ങിയത് മുതലേ നമ്മൾ പേടിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പല കവിതകളിലും കഥകളിലും ഒക്കെ നമ്മൾ പേട് എന്താണ്, അതിൻ്റെ പല പല പാർട്സിന് എന്താ നമ്മൾ പറയുക, ടെഹനി അല്ലേ, പിന്നെ അത് കൂടാതെ പത്തെ, ഇങ്ങനെ നമ്മൾ ഒരുപാട് വാക്കുകളും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്ന കവിത സുശീൽ ശുക്ലിൻ്റെ ഈ കവിതയിൽ സുശീൽ ജി നമ്മൾ ഇന്ന് വരെ ഒരു പേടിനെ മനസ്സിലാക്കാത്ത വിധത്തിൽ അല്ലേ, നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളും ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ ഒരു കവിതയിൽ അങ്ങനെയാണ്, ഒരു തുന്നൽക്കാരനായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്. ആരെ? നമ്മുടെ പേടിനെ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ സങ്കല്പിച്ച് നോക്കിയാൽ സത്യമാണ് അല്ലേ. അപ്പോൾ നല്ലൊരു തുന്നൽക്കാരൻ്റെ ഒരു ജോലി. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തുന്നി തരുന്നത് ആരാണ്? വെറും തുണി മാത്രം ഉണ്ടായാൽ നമുക്ക് വസ്ത്രം ധരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ നമ്മുടെ ശരീരത്തിനനുസരിച്ച് കൈയും കാലും ഒക്കെ വെച്ച് നമുക്ക് ഇടാൻ ഭംഗിയുള്ളതാക്കി, അങ്ങനെയല്ലേ പല ഡ്രസ്സുകൾക്കും നമ്മളെ സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതൊക്കെ ആരാണ് നൽകുന്നത്? പുതിയൊരു വസ്ത്രത്തെ ആരാണ് പുതുതായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നത്? ഒരു ടൈലറാണ് അല്ലേ, ഒരു തുന്നൽക്കാരനാണ്. അപ്പോൾ അതുപോലെ ഒരു പേടെന്ന് പറയുന്നത് ഓരോ മരവും തുന്നൽക്കാരനാണ് എന്ന് അങ്ങനെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കിയാലോ. അപ്പോൾ തുന്നൽക്കാരനും അതീതമായിട്ടായിരിക്കും ഇവിടെ ഒരു മരത്തിൻ്റെ കഴിവ്. നോക്കാം, നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചാദ്യം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് കവിതയുടെ ആശയവും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പേട് തും പേട് നഹി തും ദർജി, നമ്മുടെ കവിതയിലെ സുശീൽ ജി പറയുന്നത് എന്താണ്? പേട് തും പേട് നഹി അല്ലേ. പേട് എന്ന് പറഞ്ഞാൽ എന്താ? മരമാണ്. മരത്തിനോട് പറയാണ്, മരമേ നീ മരമല്ല, മറിച്ച് എന്താ? തും ദർജി. ദർജി എന്ന് പറഞ്ഞാൽ ആരാ? ദർജി എന്ന് പറഞ്ഞാൽ തുന്നൽക്കാരൻ. തുമ്നെ കിത്തിനെ സിലേ ഗോ സിലേ കിത്തിനെ സിലി ഹവായേ. എന്നിട്ട് പേടിനോട് പറയാണേ, നീ എത്ര ഗോസിലെ കൂടുകൾ, എത്ര പക്ഷിക്കൂടുകൾ നീ തുന്നി. കിത്തിനി സിലി ഹവായേ അല്ലേ, നീ എത്ര കാറ്റുകളെ തുന്നി എന്ന് വെച്ചാൽ എത്ര കാറ്റുകളെ നീ സൃഷ്ടിച്ചു. ഇപ്പം നമ്മൾ പറയാണ് നീ ഉണ്ടാക്കി എന്ന് പറയുന്നതിന് പകരം നീ എത്ര കാറ്റിനെ തുന്നി, നീ എത്ര കൂടുകളെ തുന്നി എന്നാണ് ഇവിടെ കവി പറയുന്നത്. ധൂപ്പ് സിലി തോ ബിഖർ ഗയി കത്തിരൻ കത്തിരൻ ഛായായേ. അപ്പോൾ ഇനി ധൂപ്പ് സിലീത്തോ, ധൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിലിനെ എങ്ങനെയാണ്? ബിഖർ ഗൈ അല്ലേ. ബിഖർ ഗൈ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിയ വെയിലിനെ കഷ്ണം അല്ലേ ആക്കിയിട്ട് ഇവിടെ തുന്നി ചേർത്തതുപോലെയാണ് നമുക്ക് നൽകുന്ന തണൽ. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ മരത്തിന് താഴെ മാത്രം നമുക്ക് തണൽ ലഭിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്? ഇങ്ങനെ ചിതറി കിടക്കുന്നത് പോലെയാണ് വെയിൽ. അതുപോലെയാണ് നീ വെയിലിനെ തുന്നിയത്. പേട് തും പേട് നഹി തും ദർജി. എന്നിട്ട് വീണ്ടും പറയാണേ, മരമേ പേട് തും പേട് നഹി, നീ മരമല്ല, നീ ഒരു ദർജിയാണ്, തുന്നൽക്കാരനാണ്. മിട്ടി സിൽക്കർ രംഗ് ബനായേ പാനി സിൽ ആകാശ്. എന്നിട്ട് പറയാണ് മിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണാണ്. മണ്ണിനെ തുന്നി നീ എന്ത് നൽകി? മണ്ണിൽ നിന്ന് രംഗ് ബനായേ, നിറങ്ങളെ തന്നു അല്ലേ. ആ മണ്ണിൽ നിന്ന് നീ ഇങ്ങനെ നിറങ്ങളെ തുന്നിച്ചേർത്ത് എടുക്കുന്ന പോലെ, പുതിയ ഒരു തുണിക്ക് നിറം നൽകുന്ന പോലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലേ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും. ഡൈ ചെയ്യാൻ നമ്മൾ കൊടുക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളിൽ കിട്ടും. അതുപോലെ നമ്മുടെ മരം ഒരു ഡിസൈനറെ പോലെ നമുക്ക് വേണ്ട നിറങ്ങൾ മണ്ണിൽ നിന്ന് നൽകുന്നു. മണ്ണിൽ നിന്ന് നീ നിറങ്ങളെ തരുന്നു. പാനി സിൽ ആകാശ്, ഇനി വെള്ളത്തെയും തുന്നി. എവിടെ നിന്ന്? ആകാശത്തിൽ നിന്ന്. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്. എന്നിട്ടോ മണ്ണിനെയും കാറ്റിനെയും വെള്ളത്തിനെയും ഒക്കെ നീ എന്താക്കി? നന്നായിട്ടൊന്ന് രൂപപ്പെടുത്തി എടുത്തു. എങ്ങനെ? ആ ഒരു കൊത്തുപണിയൊക്കെ ചെയ്ത് ഒരു ശില്പം നിർമ്മിക്കുന്ന പോലെ, ഒരു ഷേപ്പ് കൊടുക്കുന്ന പോലെ നീ ഇതിനെ മൂന്നിനെയും ചേർത്ത് രൂപപ്പെടുത്തി എന്നാണ് പറയുന്നത്.
പേട് തും പേട് നെഹി തും ദർജി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് അത്ര അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ മരം, അല്ലേ? മരം നമുക്ക് എന്തിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്? മഴയിൽ നിന്ന്, മണ്ണൊലിപ്പിൽ നിന്ന്, അല്ലേ? പിന്നെ വേനലിൽ നിന്ന്, നമ്മുടെ വെയിലിൽ നിന്ന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്ന ആളാണ് മരം. അപ്പോൾ മരത്തിന് വെള്ളവും, ഒരു ആൾ ചോദിച്ചു ഈ വെള്ളവും മരവും ഇതൊന്നും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ പറയുന്നുണ്ടല്ലോ ഹവ, കാറ്റ്. അപ്പോൾ കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവും നമ്മുടെ മരത്തിനുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളെ ഈ കാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും കഴിവുണ്ട്. പ്രകൃതിയിൽ ഇതിലൊക്കെ വലിയൊരു സ്ഥാനവും ആർക്കുണ്ട്? നമ്മുടെ മരത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നൊന്നായിട്ട് പ്രകൃതിയിൽ എന്താണ്? കണക്റ്റഡ് ആണ്. തുമ്നെ കിത്തിനെ സിലേ കിനാരെ. ഇനി പറയുന്നത് എന്താണ്? മരമേ നീ മരമല്ല, പേട് തും പേട് നെഹി തും ദർജി. തുമ്നെ കിത്തിനെ സിലേ കിനാരെ, നീ എത്ര കിനാരെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിര്, അല്ലേ? ഈ തീരം എന്നൊക്കെ പറയാം. അപ്പോൾ തീരം അല്ലെങ്കിൽ അതിരുകളൊക്കെ നീ എത്ര തുന്നി. നദി കിനാരെ എന്ന് പറഞ്ഞാൽ നദിയുടെ തീരം. കിത്തിനി സിലി ജമീനെ, പിന്നെ അത് കൂടാതെ എത്ര നീ തുന്നി. ജമീനെ, നിലങ്ങൾ, അല്ലേ? ഇപ്പോൾ നമ്മൾ മണ്ണ് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു വരി വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നദിയുടെ തീരങ്ങളാണ്. പുഴയുടെ കരയിലൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ ഇങ്ങനെ ഹൈറ്റിലായിരിക്കും, അല്ലേ? മണ്ണ് കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ? ഒരു വലിയ തോട് അല്ലെങ്കിൽ ഒരു പുഴയുടെ അരുകിലൊക്കെ ആണെങ്കിൽ മണ്ണ്, ഈ ഒരു മരമായിരിക്കും അവിടുത്തെ ആ മണ്ണിനെ ഒലിച്ചു പോകാതെ പിടിച്ചു നിർത്തുന്നത്. ഇതിൻ്റെ വേരുകളായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നീ എത്ര കിത്തിനി സിലി ജമീനെ, ആ നിലങ്ങളെയൊക്കെ നീ എത്ര തുന്നിച്ചേർത്തി. ചെറിയ ചെറിയ തുണികൾ വെച്ച് തുന്നിയിട്ട് വലിയ ഒരു തുണിയാക്കി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ചെറിയ കഷ്ണമുള്ള, ഇപ്പോൾ ഇവിടെ ഒരു വൈപ്സ് ഉണ്ട്. ഈ വൈപ്സിനെ വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് വേറെ ഒന്നിനെ വെച്ച് തുന്നുന്നു, വേറൊന്നിനെ വെച്ച് തുന്നുന്നു. അങ്ങനെ ആകുമ്പോൾ ഇതെന്താവും? വലുതായി മാറും, അല്ലേ? അപ്പോൾ അതേപോലെ നീ എത്ര നിലങ്ങളെ തുന്നിച്ചേർത്തു. രംഗ് മഹക്ക് കി ഹുയി സില്ലായി. ഇനി പറയുന്നത് എന്താണ്? രംഗ് മഹക്ക്, നിറവും, മഹക്ക് എന്ന് പറഞ്ഞാൽ ഗന്ധം, ഇതൊക്കെ നീ തുന്നിച്ചേർത്തു. ഫൂൽ സിലെ പശ്മീനെ, അല്ലെ? മിനുസമുള്ള മൃദുവായിട്ടുള്ള ആ പൂവിന് നിറം നൽകി, പൂവിന് ഗന്ധം നൽകി, ആ പൂവിനെയും നീ തുന്നിച്ചേർത്തു. പേട് തും പേട് നെഹി തും ദർജി. ഇനി പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആമമേ ആമക്കെ സ്വാദ് സിലേഹേ, അല്ലേ? ഇനി മാമ്പഴത്തിന്, അല്ലേ? ഭൂമിയിലൊക്കെ എല്ലാ മരങ്ങളും ഒരുപോലെ തന്നെ വേരിറങ്ങി ഒരേ ജലം ലഭിച്ച്, അല്ലേ? ഒരേ മണ്ണിൽ, ഒരേ വീടിൻ്റെ കോമ്പൗണ്ടിലുള്ള പലതരം ഫ്രൂട്ടിൻ്റെ മരങ്ങളിലും പല ടൈപ്പ് ഫ്രൂട്ടാണ്, അല്ലേ? ഉണ്ടാകുന്നത്. പല ടേസ്റ്റാണ് ആ ഫ്രൂട്ടുകൾക്കൊക്കെ. അതിൻ്റെ പേരിനനുസരിച്ചുള്ള മാറ്റം ആ ഫ്രൂട്ടിൻ്റെ രുചികളിലുമുണ്ട്. നമ്മൾ വെറുതെ പേരിടാണോ? അല്ല. അപ്പോൾ അടുത്തടുത്തുള്ള ഒരു മാവും ഒരു പ്ലാവും, ഇത് രണ്ടും ഒരേ മണ്ണിലാണ് നിൽക്കുന്നത്, ഒരുപോലെയാണ് ഇതിന് വെള്ളം കിട്ടുന്നത്. എന്നിട്ടും ഇതിൽ നമുക്ക് മരം എങ്ങനെയാണ് ഇതിന് നൽകുന്നത്? വ്യത്യസ്ത രുചികളിൽ നൽകുന്നു. എങ്ങനെ? അതാണ് ഇവിടെ പറഞ്ഞത്. ആമമേ ആമക്കെ സ്വാദ് സിലേഹേ, നീ മാമ്പഴത്തിൽ മാമ്പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. ആമമേ ആംകെ സ്വാദ്, ജാമുൻ മേ ജാമുൻ കെ, അല്ലേ? ഇനി ഞാവൽ, ജാമുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാവൽ പഴം. മാങ്ങ. അപ്പോൾ ഞാവൽ പഴത്തിന് ഞാവലിൻ്റെ സ്വാദ്. ബാഗ് മേ ബാഗ് കെ സ്വാദ് സിലേഹേ, അങ്ങനെ ഓരോ തോട്ടത്തിനും ആ തോട്ടത്തിൻ്റെ സ്വാദ് നീ തുന്നിച്ചേർത്തു. വനക്കെ പേട് മേ വനക്കെ, പേട് തും പേട് നെഹി തും ദർജി. അപ്പോൾ ഇനി കാട്ടിലുള്ള മരങ്ങൾക്കാണെങ്കിൽ എങ്ങനെയാണ് കാടിൻ്റെ സ്വഭാവം? അതിനനുസരിച്ച് അങ്ങനെയും നീ എന്താക്കി? തുന്നിച്ചേർത്തിരിക്കുന്നു. അങ്ങനെ ഓരോ മരങ്ങളിലും വ്യത്യസ്തത കാണാം. ഓരോന്നിൻ്റെയും സ്വാദിൽ വ്യത്യസ്തത അനുഭവപ്പെട്ടിട്ടുണ്ട് നമുക്ക്. പൂക്കളിലെ വർണ്ണത്തിലുള്ള വ്യത്യാസം, സുഗന്ധത്തിലുള്ള വ്യത്യാസം, തണല്, വെള്ളം, മരം, ഇങ്ങനെ എന്തൊക്കെ നീ തുന്നിച്ചേർത്തു. മരമേ, ശരിക്കും നീ ഒരു തയ്യൽക്കാരനാണ്. തയ്യൽക്കാരനേക്കാൾ വലുതായിട്ടുള്ളൊരു സ്ഥാനം തന്നെ നമ്മൾ മരത്തിന്
ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് കവിതയുടെ ആശയം. सुशील शुक्ल जी ने लिखा पेड़ कविता में कवि पेड़ को दर्जी के रूप में दिखाया है. ഇവിടെ സുശീൽ ശുക്ലജിയുടെ പേട് എന്ന കവിതയിൽ കവി പേടിനെ, മരത്തെ ഒരു ദർജിയായിട്ടാണ് നമുക്ക് ദിഖായ ഹേ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ദർജി തുന്നൽക്കാരനാണ്. कवि इस नई कल्पना से हमें कहते हैं कैसे पेड़ दर्जी के रूप में कैसे हमें सेवा करते हैं. നമുക്ക് കവിതയിലൂടെ കവിയുടെ ഇങ്ങനെയുള്ള ഈ പുതിയൊരു കൽപ്പനയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്, കൽപ്പന എന്ന് പറഞ്ഞാൽ സങ്കല്പം, കവിയുടെ സങ്കല്പത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാണ് അല്ലേ? ഒരു മരം എങ്ങനെയൊക്കെയാണ് ഒരു തുന്നൽക്കാരൻ്റെ രൂപത്തിൽ നമ്മളെ സേവിക്കുന്നത്. ഒരാളൊരു സാധനം നിർമ്മിച്ച് നൽകുമ്പോൾ നമുക്ക് അയാളോട് വലിയ ഉപകാരം അല്ലേ, താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങും. അങ്ങനെയെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ 1 രൂപ പോലും കൊടുക്കാതെ നമുക്ക് ഈ തുന്നൽക്കാരനായ മരം നമ്മളെ സേവിക്കുന്നുണ്ട്, എന്തൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. पेड़ कैसे हवा, पानी, धूप, मिट्टी, रंग और स्वाद को जोड़कर हमें जीवन देते हैं. എന്താ പറയുന്നത്? എങ്ങനെയാണ് ഒരു മരം ഹവ അല്ലെ, കാറ്റ്, വെള്ളം, വെയിൽ, മിട്ടി, മണ്ണ്, നിറം, ഇതിൻ്റെയൊക്കെ സ്വാദ് ജോഡ്കർ, ഇതിൻ്റെയൊക്കെ സ്വാദ് തുന്നിച്ചേർത്തിട്ട് ഹമേ ജീവൻ ദേത്തേ ഹേ, എങ്ങനെയാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ദർജി രൂപ് പേട് കിനാരെ ഓർ ജമീൻ കോ ബി സിലാ ദിയ. എന്താ പറയുന്നത്? ദർജി രൂപ് പേട് അല്ലെ, തുന്നൽക്കാരനായിട്ടുള്ള മരം, കിനാരെ ഓർ ജമീൻ കോ ബി, നിലത്തെയും അല്ലെ, നിലത്തെയും തീരത്തെയും ഒക്കെ തുന്നിച്ചേർത്തു. പശ്മീൻ ജേസെ ഫൂൽ ഓർ ഫൂല് മേ രംഗ്. എന്താ പറയുന്നത്? മൃദുവായ പൂവും പൂവിൽ നിറവും, ഓർ സുഗന്ധ ദിയെ, അതിന് സുഗന്ധവും നൽകി. ഇസ്സേ ഹം സമജ്നാ ഹെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ത്? പേട് സേ സിർഫ് ഫൽ ഫൂൽ നഹി ബൽക്കി പേട് അപ്നെ പര്യാവരൺ കാ ഹിസ്സാ ഹെ. അല്ലെ, എന്ത്? നമ്മുടെ ഒരു മരത്തിൽ നിന്ന് നമുക്ക് എന്ത് മാത്രമല്ല, ഫൽ ഓർ ഫൂൽ. ഫൽ ഓർ ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൽ ഫൂൽ എന്ന് പറഞ്ഞാൽ പഴവും പൂവ് മാത്രമല്ല, ബൽക്കി മറിച്ച്, പേട് അപ്പിനെ പര്യാവരൺ എന്ന വാക്കിൻ്റെ അർത്ഥം പരിസ്ഥിതി, പരിസ്ഥിതിയുടെ ഹിസ്സാഹെ, ഒരു ഭാഗമാണ്, നമ്മുടെ പ്രകൃതിയുടെ, നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ മരം എന്ന് പറയുന്ന. इसलिए पेड़ और प्रकृति का प्यार करना और उसकी रक्षा करना है. അതുകൊണ്ട് തന്നെ നമ്മൾ മരത്തിനെ സ്നേഹിക്കുക, പ്രകൃതിയെയും മരത്തിനെയും ഒക്കെ സ്നേഹിക്കുകയും കൂടാതെ അതിനെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ അല്ലേ. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള നമ്മുടെ ലൈഫിൽ, ഈ ഭൂമിയിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള മരത്തെ സംരക്ഷിക്കുക എന്ന കർത്തവ്യം കൂടി നമുക്കുണ്ട്. അപ്പോൾ കവിത നന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, വേർഡ് മീനിങ് പഠിക്കുക, ഒരുപാട് ന്യൂ വേർഡ്സ് ഉണ്ട്, അതിൻ്റെ ഒക്കെ അർത്ഥം പഠിക്കുക. അതൊക്കെ നിങ്ങൾക്ക് മറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ഉപകാരപ്പെടുന്ന വാക്കുകളാണ്. അതുകൂടാതെ നിങ്ങൾ കവിതയുടെ ആശയം പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിക്കാൻ വിട്ടുപോകണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ കടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾ റേസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.